Hello friends, welcome back to Full Stack Solutions. ഇനി നമുക്ക് യൂസർ പ്രൊഫൈൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസറിന്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസും നമുക്ക് അഡ്രസ്സും ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് ആദ്യം ഈ റൂട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്യാം. റൂട്ട്സ് യൂസർ റൂട്ടർ നമ്മളിവിടെ പ്രൊഫൈൽ മാനേജ്മെന്റിന് താഴെയായിട്ട് router.get user profile user auth profile management profile controller dot പേര് യൂസർ പ്രൊഫൈൽ എന്ന് കൊടുക്കാം. യൂസർ പ്രൊഫൈൽ. ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കൺട്രോളേഴ്സ് യൂസർ പ്രൊഫൈൽ കൺട്രോളർ const user profile async request response try catch ना देता हूँ. आदि ID access ചെയ്യാം. const user ID request session dot user user data const user data await user dot find by ID user ID pass ചെയ്യുന്നു. യൂസർ ഡാറ്റ ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് റെൻഡർ പ്രൊഫൈൽ ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. യൂസർ ഫെച്ച് ചെയ്ത യൂസർ ഡാറ്റ പാസ് ചെയ്യുന്നു. ഇനി ക്യാച്ച് ഹാൻഡിൽ ചെയ്യാം. കൺസോൾ ഡോട്ട് എറർ error for retrieve profile data എന്ന് കൊടുക്കണം. പ്രൊഫൈൽ ഡാറ്റ കോമ എറർ. റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് നോട്ട് ഫൗണ്ട്. പേജ് നോട്ട് ഫൗണ്ട്. നമുക്ക് ഈ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാം. യൂസർ പ്രൊഫൈൽ യൂസർ പ്രൊഫൈൽ ഓക്കെ. നമുക്ക് പേജ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ്
യൂസർ പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള പേജ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമുക്കിനി യൂസറിൻ്റെ പ്രൊഫൈൽ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി. നമുക്കിത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇമെയിൽ പാസ്വേഡ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്രസ്സ് ഉണ്ട്, പിന്നെ ഓർഡേഴ്സ്, വാലറ്റിൻ്റെ സ്റ്റാറ്റസ്, വാലറ്റ് ഹിസ്റ്ററി, റെഫറൻസ്, പിന്നെ ലോഗൗട്ട് ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗൗട്ട് ആയിക്കോളും. ഓക്കെ, സോ ഇത് ഈ പേജ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിനും ഒരു ഐ ഡി വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഐ ഡി ആക്സസ് ചെയ്തിട്ട് ഈ പേജിൻ്റെ ഈ മെനുവിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇവിടെ ഫോൺ നമ്പറും ഇമെയിലും എല്ലാം ആക്സസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇമെയിലും പാസ്വേഡും ചേഞ്ച് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. യൂസറിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. യൂസർ profile.EJS ഫയല് ഇവിടെ ആദ്യം വരുന്നത് യൂസർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് ആദ്യം യൂസർ നെയിം ആക്സസ് ചെയ്യാം. ഇവിടെ ഒരു H5 എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. അവിടെ യൂസറിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ബാക്കെൻഡിൽ നിന്ന് വരുന്ന യൂസർ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുന്നു. യൂസർ ഡോട്ട് നെയിം, അടുത്ത ഫോൺ നമ്പറാണ്. യൂസർ ഡോട്ട് ഫോൺ, അതുപോലെ തന്നെ ഇമെയിൽ, യൂസർ ഡോട്ട് ഇമെയിൽ. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, സോ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന യൂസറിൻ്റെ നെയിം, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഇമെയിലും പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാം. അതിനുശേഷം അഡ്രസ്സ് ആഡ് ചെയ്യുന്നതും അതിൻ്റെ എഡിറ്റും ഡിലീറ്റും ഒക്കെ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഓർഡേഴ്സ്, വാലറ്റ്, റെഫറൽ കോഡ്. പുതിയൊരു യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വാലറ്റിലേക്ക് അവരെ ഒരു റെഫറൽ കോഡ് വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്യുന്നതെങ്കിൽ വാലറ്റിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവണം. അതുപോലെ തന്നെ റെഫർ ചെയ്ത കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ആവണം, ആ രീതിയിൽ. പിന്നെ ലോഗൗട്ട് ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ പാത്ത് കൊടുത്താൽ മാത്രം മതി.